സീസണിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് US തന്നെ പോവാണ്. അപ്പോൾ അത് ഏകദേശം 40 ദിവസം ഉണ്ടായിരുന്നു നാട്ടില് തൃശ്ശൂര്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന 8-ാം തീയതി ഉച്ചയ്ക്കാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 9:45 അപ്പോൾ ഏകദേശം 5-6 മണിയാകുമ്പോൾ അവിടെ എത്താനുള്ള പരിപാടിയിലാണ് പോണത്. പിന്നെ ട്രാഫിക് ബ്ലോക്ക് എന്നായതുകൊണ്ട് കൊച്ചിക്ക് എത്തണമല്ലോ തൃശ്ശൂരിന്. അപ്പോൾ നേരത്തെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എത്തിഹാദിൽ ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് അബുദാബി ടു ഷിക്കാഗോ ആണ്. കൊച്ചി, അബുദാബി, ഷിക്കാഗോ, പിന്നെ മെൻഹാട്ടൻ ഞങ്ങളുടെ അവിടെ. അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റുകൾ. അപ്പോൾ ഞങ്ങൾ 2 ദിവസം അബുദാബിയിൽ നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എത്തിഹാദിലാണ് ഞങ്ങൾ പോകണം. അപ്പോൾ എത്തിഹാദ് അവർ ഞങ്ങൾക്ക് ഹോട്ടലെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി 12:15 സമയത്താണ് അബുദാബി എത്തുക. അപ്പോൾ നേരെ ഹോട്ടലിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് പറ്റുമെങ്കിൽ ദുബായൊക്കെ ഒന്ന് കറങ്ങണം എന്നുണ്ട്. 2 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ. അപ്പോൾ ഇത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇത് ഇറങ്ങി. അപ്പോൾ അടുത്ത വർഷം വീണ്ടും കാണാം. അടുത്ത വർഷം ഏകദേശം ജൂൺ ജൂലൈ സമയത്ത് തന്നെ നാട്ടിലേക്ക് വരെയുള്ള പരിപാടിയാണ്. മഴയും കിട്ടി. ഇപ്രാവശ്യം നല്ല രസമായിരുന്നു, എല്ലാവരും കാണാനും പറ്റി. നാട്ടിലൊക്കെ അടിച്ചു പൊളിച്ചു. ഇത് തിരിച്ച് ജോലിക്ക് കയറണം. 13-ാം തീയതി ജോയിൻ ചെയ്യണം തിരിച്ച്. അപ്പോൾ ഇത് ഇറങ്ങിയായി. ഇത് ആമിക്കുട്ടി ഊണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ മുത്തശ്ശിയുടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ പോയി വരാം. ഊണയിട്ടല്ലോ, ഊണയിക്കാൻ പോവാ. 12:44 ഭക്ഷണം കഴിക്കാണ്. 2 മണിക്ക് ഇറങ്ങണം. പുല്ലുണ്ട്, സാമ്പാറുണ്ട്, പെരിയുണ്ട്, നച്ചിരുന്നു. അങ്ങനെ പോവാറായി. 1:38 2 മണിക്ക് ഇറങ്ങണം. അച്ചു വന്നു, അമൂല് റെഡി ആയിട്ടുണ്ട്. ഇതേ പിള്ളേര് പോയി വരാം. ഇറങ്ങിയ ഞങ്ങള് എടുത്തോ. ശരി. കുറെ നാൾ ഒരുമിച്ച് കളിച്ചാക്കളാണ്ട് പിള്ളേര്. ഹായ് പാറു, ബൈ. പാറു സേ ബൈ. പാറു ഓടി അല്ലേ. തച്ചോട് എത്തിയിരിക്കണോ, തിരിച്ചു പോവാണ്. ഡ്രൈവർ ചീരൻകുഴി അമ്പലം കിടന്നു. പാലത്തിന് 19 ഞങ്ങള് മുതുവറ ബ്ലോക്കിൽ വിട്ട് കിടക്കാണ്. മുതുവറ ബ്ലോക്കിലാണ് നമ്മളെല്ലാവരും. നേരെ അയ്യന്തോൾക്കാണ്. ബ്ലോക്ക് കഴിഞ്ഞ് നമ്മള് അയ്യന്തോളെ തറയി അമ്മയുടെ അച്ഛനെ പിക്ക് ചെയ്യണം. അമ്മയുടെ വീട് എത്തി. ഇനി അമ്മയുടെ അച്ഛനെ ഇവിടുന്ന് കയറണം. അമ്മയുടെ അച്ഛെത്തി. ബാങ്കിലേക്കുള്ള സ്ഥലം കിട്ടിയില്ലേ? ഒരു കടയിൽ നിന്ന് ഒരു ഓട്ടോ വാങ്ങി. ആമിക്കുട്ടിക്ക് ഓട്ടോ അല്ലേ? നിങ്ങൾക്ക് കളിപ്പാട്ടോ. ആ കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങി. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞത് ഞങ്ങൾ ഗേറ്റ് പോവാണ്. ഗേറ്റിലേക്ക് നമ്മൾ ഗേറ്റ് ലക്ഷ്യമാക്കി പോകണം. നമുക്കിനി ഫ്ലൈറ്റ് 9:50 7 മണി ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം 7:29. അബുദാബിയിൽ ഫസ്റ്റ് പോയിട്ട് 2 ദിവസം അവിടെ സ്റ്റേ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ബാഗ് ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ കൊടുത്ത ബാഗ് അവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് ഹോട്ടലിൽ പോകണം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്തിട്ട് നോർമൽ
ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വീണ്ടും കയറണം. ഇപ്പോൾ 2 ദിവസമുള്ളതുകൊണ്ട് 48 മണിക്കൂർ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. 8:50 ബോർഡിങ് തുടങ്ങും, 9:50 ഫ്ലൈറ്റ്. അപ്പോൾ 8:53 കേട്ടോ പോവാറായി. നമ്മുടെ ബോർഡിങ് കഴിഞ്ഞു. സമയം കറക്റ്റായിട്ട് 9:23, 9:50 ഫ്ലൈറ്റ് എടുക്കുക. ബിരിയാണി ഒന്ന് ഒരു യോഗട്ട് ഉണ്ട് കേട്ടോ. ബിരിയാണീൻ്റെ ഒരു യോഗട്ട് ഉണ്ട്. വെള്ളം കിട്ടി. 10:22 ടൈം 10:22. എങ്ങനെയുണ്ട് പരിപാടി? നമ്മൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ ടൈമായി. ഇപ്പോൾ സമയം ഏകദേശം 1:15. എവിടെയാ ലിഫ്റ്റ് ഒന്ന് കയറണം. മുകളിലൊക്കെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ നമ്പർ 534 ആണ്. 534. കുറേ ലിഫ്റ്റുകളുണ്ട്. ഇതിന് മുകളിൽ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ 2:15 ആയിട്ടാ. നാട്ടില് 3:45 ഉണ്ടാവും. 5:34. കളർഫുൾ ആയിട്ടല്ലേ സ്ഥലം. 5:22 എവിടെയാണ്? 5:34 ഈ വഴിയാണ്. തുറക്കൂ സീസൺ. അങ്ങനെ 5:20, 5:22, 5:48, 5:34 ഈ റൂട്ടാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയാമേ. അബുദാബിയിലുള്ള റൂമിലെത്തിയിരിക്കുന്നു. 2:15. ടിങ് ടിങ് 534. തുറക്കൂ. അങ്ങനെ നമ്മൾ റൂമിൽ കയറി. ലേറ്റിട്ടോ സെറ്റ്. നമ്മുടെ കുറേ റൂമുകൾ ഇങ്ങനെ തന്നെയാവും അല്ലേ? ഇതുള്ളല്ലോ അടിപൊളിയാണ് റൂം. ബാത്റൂം സർവീസ് അടിപൊളിയാണ്. ഇവിടെ നോക്കാം. വ്യൂ അടിപൊളിയാണ്. അബുദാബി. ഓ അടിപൊളി. വലിയ 2 ബെഡ്. ലേറ്റാ റൂം. സൂപ്പർ റൂം. കുറേ സ്ഥലമുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള. ലൈറ്റ് എവിടെ ഉണ്ട്? ലൈറ്റ് വെക്കാം. ഇവിടെ ഉണ്ടാക്കാം. ഇതൊക്കെ ഓണാ. ഇവിടെ ചായയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല വ്യൂ അടിപൊളി കേട്ടോ. പുറത്തേക്ക് പാടെ വ്യൂ ആണേ. അടിപൊളി. നല്ല റൂമായി. വലിയൊരു TV ഉണ്ട്. ഫുഡ് നമുക്ക് ഇതൊന്ന് ഓർഡർ ചെയ്യാന്നാ പറഞ്ഞേ. നമുക്കിത് നല്ല വ്യൂ അല്ലേ? അടിപൊളി റൂം അല്ലേ? അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടാ. ഫ്രഞ്ച് ഫ്രൈസും ചപ്പാത്തി. രാവിലെ എണീറ്റുട്ടാ.
രാവിലത്തെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. രാവിലെ സമയം ഏകദേശം 8:31. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം. ഇതാണ് വ്യൂ. അങ്ങനെ എല്ലാവരും എണീക്കണോ. നമ്മള് പല്ല് തേക്കണം. ഇനി ഫസ്റ്റ് ബ്രഷൊക്കെ ഇവിടെ ബ്രഷ് കിട്ടിട്ടാ നമുക്ക് ഉണ്ടോ. നമുക്ക് ബ്രഷ് വരെ തന്നുണ്ട്. പേസ്റ്റ് മാത്രമല്ല ബ്രഷും ഉണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ട് തന്നേട്ടാ ബ്രഷും പേസ്റ്റും ഒരുമിച്ചുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ബ്രഷ് എടുക്കൊന്നും വേണ്ട. എനിക്ക് ആമിക്കൂട്ടാ എനിക്കടാ പാടാ. ബ്രഷ് കഴിക്കാൻ പോവാണ് ആമി. ഉറക്കം ശരിയാ. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമ്മുടെ ഡൈൻ. ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇതാണ്. എവിടെ എടുക്കാം? അവിടെ മുകളിലിരിക്കുക. അങ്ങനെയാണല്ലോ. പ്രശ്നമുണ്ട് ഇവിടെ. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് എന്താ യോഗട്ട് കൊടുത്തിട്ടോ. ഏയ് അത് വേണ്ടേ? ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിൾ ഉണ്ട്. അത് വേണ്ട. ഓറഞ്ചാടാ. പിന്നെ എഗ്ഗിന്റെ അല്ലേ സാധനങ്ങളെടുത്തു. ഓംലെറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളെടുത്തു. കുറേ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെ. ആമിക്കുട്ടി മൊത്തം വെജിറ്റബിൾ കേട്ടോ. അല്ല ഫ്രൂട്ട്സും ഇതാണ്. അവർ സ്പെഷ്യൽ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് ഓംലെറ്റ് കേട്ടോ. ഫ്രൂട്ട്സും തൈരും അല്ലേ. അവിടെ ജ്യൂസ് ഇരിക്കുന്നുണ്ട്. വാട്ടർമെലൻ ജ്യൂസ് എടുത്ത് എനിക്കും ആമിക്കുട്ടനും അല്ലേ. ഇഷ്ടം പോലെ ഭക്ഷണം കേട്ടോ. അവിടെ കുറേ വെജിറ്റേറിയൻ ഏരിയയാണ്. നല്ല ഭക്ഷണമാണ്. ഡേറ്റ്സും ഫ്രൂട്ട്സും ഡേറ്റ്സും കുറച്ചെടുത്തിട്ടുണ്ട്. ആമിക്കുട്ടിയുടെ തീരാറായിട്ട് കളി ചോക്ലേറ്റ് കഴിക്കുക. കേക്ക്, ചോക്ലേറ്റ് കേക്ക്. സമയം 10:27. നമ്മളിത് ഒന്ന് ദുബായിക്ക് ഇറങ്ങാണ് അബുദാബിന്ന്. നടക്കടി. ഞങ്ങളുടെ ഒപ്പം ഊബറിൽ വന്ന ഞങ്ങൾ ഇങ്ങോട്ട് ആക്കിയിട്ടുള്ള ഊബറിലെ ആളെ തന്നെ വിളിച്ചേക്കണേ. അപ്പോൾ ഇന്ന് മൊത്തം ആൾ നിങ്ങളുടെ ഒപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളിത് ദുബായിലേക്ക് പോവാണ്. ദുബായ് ഇപ്പോൾ 10:27 രാത്രി ആകുമ്പോഴേക്കും തിരിച്ചെത്തണം. ഇവിടെ തന്നെ ഇവിടെ നാളെയും കൂടിയും നാളെ വൈകുന്നേരം ഇവിടുന്ന് ഞങ്ങൾ US-ലേക്ക് പോകുള്ളൂ. ദുബായ് ദുബായ് ഓക്കെ. നമ്മുടെ വണ്ടി വരെ ഇത് ദുബായിലേക്ക്.
ഇറങ്ങി സൂക്കിലേക്ക് വന്നേക്കാണ്. സൂക്ക് മദീനത്ത് ജുമേറ പറഞ്ഞിട്ടുള്ള സൂക്കിലാണ്. മുകളിലേക്ക് കയറാണ്. പഠിക്കോ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ കാശെടുക്കണ്ട. ഓക്കെ. ഓ ഇങ്ങനെയാണല്ലേ കിവി കുറേ ഉണ്ടല്ലോ. പാരീസ് ഇങ്ങനെ ഒരു കടയുണ്ട്. പാരീസ് ആമി ടോയ്സുകൾ കൊള്ളാം. ദുബായിയുടെ തന്നെ എടുക്കണ്ടേ നമ്മള്. ബുർജ് ഖലീഫയുടെ ഉണ്ട് കേട്ടോ ഇവിടെ. അമ്പാ തൊപ്പി കടകളുണ്ട് കേട്ടോ. ഇങ്ങനെ ഇഷ്ടം പോലെ പല കൺട്രീസിൻ്റെ ഉണ്ടല്ലോ. ഇവിടെ കുറേ ചില ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുകളും കണ്ട് കുറേ ലോക്കൽ കടകളായിട്ടാണ്. രസമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ്. നല്ല ബിൽഡിങ് അല്ലേ പഴയ. പുറത്തിറങ്ങാണ്ട് എന്താണ് അതേപോലെ വേറെ ഇതാവല്ലേ കടകൾ. ജയ്സാൽമീറൊക്കെ പോയ പോലെ ഉണ്ടല്ലേ. കൊള്ളാം. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഉണ്ട് അവിടെ. കുറേ കടകളുണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ കടകൾ. സിയാറ്റൽസ് ബെസ്റ്റ് കോഫി. ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ സിയാറ്റലില്. ഞങ്ങൾ സിയാറ്റലിൽ പോയി കുടിച്ചിട്ടുണ്ടല്ലോ. കുറേ പിള്ളേർ വരുന്നുണ്ട്. സെന്റുകളല്ലേ ഓല്. സെന്റുകള് ഇതൊക്കെ സെന്റുകളല്ലേ. ഇതൊക്കെ മോസ്കിന്റെ സ്ഥലമുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ദുബായ് ചോക്ലേറ്റ് ഉണ്ടല്ലോ. വെറൈറ്റി ചോക്ലേറ്റ്സുകളാട്ടോ. നിറയെ ചോക്ലേറ്റ്സുണ്ട്. എന്തായാലും വാങ്ങിക്കൊണ്ടു പോകണം. ഇതാണ് ഒരു ഫേമസ് ചോക്ലേറ്റ് ഇല്ലേ ദുബായ്.
ഫ്ലവേഴ്സ് ഓഫ് ഉഷ്ണ ഉഷ്ണ ഫ്ലവേഴ്സ് ഓഫ് ഇന്ത്യ. വാ ചൂട് ഇപ്പൊ 36 കാണിക്കണം. 36 ചൂടേ ചൂടേ അടിപൊളി. മൊത്തം ആ പരിപാടിയാവോ? സൂക്ക് ഇത്ര ഉണ്ടാവോ? ഇത് ഹോട്ടലാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കുറെ അടിപൊളി. അവിടെ ഉണ്ട് പിള്ളേർ കളിക്കണ്ട അവിടെ. വാട്ടർ പാർക്ക് അത് സൂക്ഷിച്ച്. അടിപൊളി സ്ഥലം. ഒരു ബോട്ട് വരും. കൊള്ളാലോ. അടിപൊളി കാണാൻ നമുക്ക് ഇരിച്ചല്ലേ. ആമ്പാ വീഴണ്ടാട്ടാ ആമിക്കുട്ടാ. ഭക്ഷണം കഴിക്കാൻ പോവാണ് നമ്മള്. ഏത് റെസ്റ്റോറൻറ്റിൽ പോകണം പോലെ? റെഡ് പെപ്പർ. എവിടേക്ക് പോണേ? ഓക്കെ, റെഡ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോണേ. നമ്മൾ റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ് വന്നു. ബിരിയാണിയാണ് പറഞ്ഞത്. ബിരിയാണി വന്നിട്ടുണ്ട്. നമ്മള് ദുബായ് മാൾക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോണേ. ഇപ്പം സമയം 1:54, 38 ഡിഗ്രി ചൂടുണ്ട് കേട്ടോ. ഡൗൺ ടൗൺ എത്തിയിരിക്കുകയാണ് നമ്മള്. ദുബായ് മാളിലെത്തിക്കാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇവിടെ തന്നെ ബുർജ് ഖലീഫ എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ നമ്മൾ ലെവൽ 3യിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണേ. ഇനി ലെവൽ 2ലേക്ക് പോകണം. ദുബായ് മാളിൻ്റെയും ബുർജ് ഖലീഫയുടെയും വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും. അപ്പോൾ എല്ലാവർക്കും ബായ്.